ആരംഭിക്കാം. Praise the name of Jesus. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയായിരുന്നു, ഒരു വർഷത്തിൻ്റെ ഒരു വലിയ ഭാഗം പകുതിയിലധികം നമ്മെ വിട്ട് പുറകിലായി. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ചില മാസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഈ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം ഒരു അവസരം കൂടി നമുക്ക് നൽകി. സിസ്റ്ററിന്റെയും ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനകൾ നൽകുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വരുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണ്. അതിൽ പ്രാവശ്യം പങ്കെടുക്കുവാൻ എനിക്കും ഞങ്ങൾക്കും ഇടയായി. അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു അനുഭവം ഇന്ന് നമ്മുടെ വിശുദ്ധ മേശയിലുള്ള മിനിസ്ട്രിയുടെ മുൻപിൽ നാം ജീവിതത്തോട് കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവമേ സഹായിച്ചു. ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ആരംഭത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നദ്ധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എളിമയുള്ളവരെ ആദരിക്കുന്ന ദൈവം, എളിയവരെ ആദരിക്കുന്ന ദൈവം എന്ന് പകൽക്കാലം നോക്കുന്നത് താഴ്മയുള്ള ഹൃദയത്തോട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ഇത് നമുക്ക് താഴ്മയോട്, വിനയത്തോട്, ഭക്തിയോട്, ഭയത്തോട് സന്നിധിയിലായിരിക്കാം. ആരാധനയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപകൾ നമ്മൾ പ്രാപിക്കുവാൻ ആഴമായ ക്രിസ്തീയ അനുഭവങ്ങളിലേക്ക് നാം നടത്തപ്പെടുത്തോളമല്ല അരയോളമല്ല നീന്തിയിടല്ലാതെ കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ നാം നാം ഇരിക്കുന്ന സ്ഥലം മറന്ന് നമ്മുടെ ഭാവനയെ ആരാധിക്കണം. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് തന്നെ ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കടന്നു വരുന്നു. കർത്താവേ, ഈ വർഷത്തിന്റെ 7 മാസങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഈ 7 മാസവും കർത്താവ് അതിശയമായി ഞങ്ങളെ പരിപാലിച്ചു. ഒരു ദോഷവും കടന്നു വരാതെ, ഒരു പ്രയാസവും കടന്നു വരാതെ, തിന്മയായതൊന്നും ആർക്കും സംഭവിക്കാതെ കർത്താവേ, അവിടുത്തെ അദൃശ്യമായ കരത്തിനുള്ളിൽ, അവിടുത്തെ ദൂതന്മാരുടെ കാവലിനുള്ളിൽ എല്ലാവരെയും കർത്താവ് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. വലിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എണ്ണിയാൽ തീരാത്ത വിധത്തിൽ അനേക നന്മകൾ ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ സ്തുതിക്കുവാനും ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യക്ഷപ്പെടണമേ. കർത്താവേ, ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ദൈവത്തിന്റെ നാമം തന്നെ മഹത്വപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ കീഴടങ്ങിയിരുന്ന് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പാടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ മേശ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. അതിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്തു. ആദ്യവസാനം എല്ലാം കർത്താവ് തന്നെ ഏറ്റെടുത്ത് നടത്തുന്നുകൊണ്ട് പ്രാർത്ഥനയാൽ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. We're going to sing a couple of songs today, and we all are going to lead the song, not one person leading it. So നമുക്ക് പ്രാർത്ഥനയിൽ കൂടി ഓർപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൈവം അനേക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. നമുക്ക് ആ കർത്താവിനെ വാഴ്ത്തുവാൻ സർവകാലവും വാഴ്ത്തുന്ന യേശു രാജനെ കർത്താവിന്റെ വൻ കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക്
വിശുദ്ധന്മാരുടെ നടുവിൽ അതിശ്രേഷ്ഠനായ ഒരു യേശു പകൽക്കാലം ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. Praise you, Jesus. Hallelujah. Praise you, God. Praise you, God. Praise you, God. Bless us, O God. Jesus. അടവിത്തരു കേളിനിടയിൽ ഒരു
നമ്മുടെ മധ്യത്തിലുണ്ട്. Praise God. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവശക്തി നമ്മുടെ മനസ്സിന്റെ ക്ലേശങ്ങളുടെ സമയത്ത് നമുക്ക് ആശ്വാസമില്ലാതെ ഇരിക്കുന്ന വേളകളിൽ, നമ്മൾ ദുഃഖങ്ങളാൽ നിറയുന്ന സമയങ്ങളിൽ നാം എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്നു. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പകൽക്കാലം നമ്മൾ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ ശോധന ചെയ്യുന്ന ഒരു പാട്ടിന്റെ ചില വരികൾ കൂടി നമുക്ക് പാടാം. കുഞ്ഞാടിന്റെ തിരി രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുക. ആ ലൈനുകളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് നമുക്ക് ഇതൊരു പ്രാർത്ഥനയായും പാടുകളാണ്, ഒരു പ്രാർത്ഥനയായി കർത്താവേ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഈ പാട്ടിൽ കൂടി നമുക്ക് ദൈവത്തോട് അറിയിക്കാം. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ Go.
Hallelujah. ദൈവസന്നിധിയിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ കർത്താവിന്റെ ചങ്കിലെ അവസാനത്തെ തുള്ളി രക്തം നാം നിത്യജീവനോട് ആശ നീതിമാന്മാരാക്കി തീർക്കുവാൻ നമ്മെ വിശുദ്ധന്മാരാക്കി തീർക്കുവാൻ കർത്താവിന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഊറ്റി ഇന്ന് രാവിലെ സമയം നാം പ്രത്യേകിച്ച് വിശുദ്ധ തിരുമേശയുമായിട്ട് ദൈവസന്നിധി കടന്നു വരുമ്പോൾ കർത്താവിൽ നാം എത്ര വിശുദ്ധന്മാരായിരുന്നാലും നാം എത്ര മനോഹരവും ജീവിതം ചെയ്യുന്നവരായിരുന്നാലും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി കർത്താവേ കഴിയണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. തുടർന്നുള്ള ആരാധന ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വളരെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. നമ്മൾ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നവർക്ക് ഈ സമയത്ത് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. Hallelujah. Praise you, Jesus. Hallelujah. എന്റെ കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകൽക്കാലം സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത കർത്താവെ, അടികളിൽ പകൽക്കാലം ആരാധിക്കാനും സ്തുതിപ്പാനും കടന്നു വന്നിരിക്കുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെ എന്റെ അപ്പൻ ആരാണെന്ന് ഗ്രഹിച്ച് കർത്താവെ, അടികളുടെ അകത്തെ കണ്ണ് ഹല്ലേലൂയ പ്രകാശിച്ച് കർത്താവെ, അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഈ പകൽക്കാലം വസിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ, അങ്ങ് സ്തുതിക്ക് യോഗ്യനായ ദൈവമാണല്ലോ കർത്താവെ, അങ്ങയുടെ ജീവനെ മറുവിലയായി തന്ന അങ്ങയുടെ മക്കളായ അടിയുടെ കർത്താവെ, ഇറവന ഹദനരവന അങ്ങയെ സ്തുതിപ്പാനും കർത്താവെ, അങ്ങയെ ആരാധിപ്പാൻ സഹായിക്കുന്ന കർത്താവെ, ഈ പകൽക്കാലം
കാലത്തെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരകളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന്റെ മേലെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ പരിവർത്തിച്ച് കർത്താവേ അതെല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ ഈ പകൽക്കാലം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പായുടെ ലീഡർഷിപ്പ് കൊടുത്ത ദൈവദാസനായി സ്തോത്രം അപ്പാ. അനുഗ്രഹിച്ചാട്ടപ്പാ ദൈവകൃപയിലൊന്ന് നിലനിർത്തി വീണ്ടും ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ജീവിതങ്ങളെ കുടുംബമായി പകൽക്കാലം ഓർക്കുന്നു കർത്താവേ. അടികൾ ഒന്ന് ചേർന്ന് കർത്താവേ അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഈ പകൽക്കാലം കർത്താവേ അടികളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും സന്നിധിയിൽ അതിഥികളായി വന്നിരിക്കുന്ന ദൈവദാസനെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ധാരാളമായി നിങ്ങളൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാചനയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്നത് 119 സങ്കീർത്തനം. This is a long psalm. We are not going to read all of it. എന്നാൽ 119 സങ്കീർത്തനം മുഴുവനും നാം വായിക്കുന്നില്ല. അതിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. Beginning with Psalm 119, verse 9 to 16. എന്നോമെൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി എന്നോമെൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ശബ്ദങ്ങളെ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. കർത്താവിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നമുക്ക് ഈ ലോകത്തിൽ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ സാധിക്കും. പാപത്തോട് എതിർത്ത് നിൽക്കാൻ സാധിക്കും. കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം. നിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വചനമൊക്കെ അനുസരിക്കുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Praise God. We thank God for this first week of the month of August. This past days, especially Brother Wilson and Sister Minnie and their mother, they were fasting and praying, and we were also part of that meeting one time. It was a blessing to me personally. I do like fasting prayer meetings, and I am a firm believer in fasting and praying. And so I believe we see the mighty touch of God when we come in the presence of God with fasting and praying. So I think we will do more of this, not less of it. We wanted to do more of fasting and praying in our church, especially for the Lord to work in among us. We need to have fasting and praying, and that's very important. I remember whenever I faced something difficult in my life, this was my weapon. Just fasting and praying. Praise God. So today I am very excited about all of us that we are here
in the presence of God, and also very excited. Pastor Charlie Mania is with us. He was supposed to come a little bit more earlier and lead the praise and worship, but the traffic prevented that. And they have 3 children. His wife, Manju, I said that right? Manju is here. We thank you, sister, for coming. And God has given them another child. As they came last time, they had 2 children. Now the Lord has granted him another child. And so we are very excited for you and for the way the Lord is using you and blessing you and your ministry. We are thankful for everything that you are doing for God and what God is doing for you. And unfortunately, I cannot give you much time because we have the Lord's Supper. And another time, you're welcome to come anytime. Just give me a few weeks notice, so don't schedule somebody. And you're welcome in this church always to minister, to worship, and we appreciate you coming. So we don't have any birthdays today. So I am just going to take a few moments for any one of you to say anything in God's presence. Don't take too long. And I will also give a few minutes to Pastor Charlie Mania to come and greet us shortly. Okay. All right. തങ്കനിണത്തിൻ നിലയല്ലയോ നീ ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലോ തങ്കനിണത്തിൻ നിലയല്ലയോ നീ ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലോ തങ്കലേക ചിന്തയതായി മംഗമെന്നേ സുതയേ തങ്കലേക ചിന്തയതാലേ പങ്കമെന്നേ മേഘുരസുതയേ യാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശൂന്യനിയെ പോൽ കാത്തിരിക്കാതെ കാതൽ വരുന്നേ ഉണരുസിയോനെ ശൂന്യനിയെ പോൽ കാത്തിരിക്കാതെ കാതൽ വരുന്നേ ഉണരുസിയോനെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും എല്ലാവർക്കും അറിയിക്കുന്നു. ഞാൻ 2 വാക്കുകൾക്ക് ദിവസം എഴുന്നേറ്റ് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികളായി തീരുമല്ലോ. തീർച്ചയായിട്ടും അനേക നാളുകളായി ഞങ്ങൾ ഒരു ദിവസം ഇരിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹിച്ചു. കഴിഞ്ഞ നേരത്തെ ഞങ്ങൾ താമസിച്ച വീടുകളിൽ ഒരു ആഴ്ചയൊക്കെ ഞങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഈ ഫോണിന്റെ പ്രദേശത്തേക്ക് വന്നിട്ട് ദിവസം ഇരിക്കുവാനോ ഫാസ്റ്റിംഗ് ആയിരിക്കുവാനോ ഒന്നും സമയം അനുവദിച്ചില്ല, കിട്ടിയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഞങ്ങൾ അവധിയെടുത്ത് തന്നെ അതിനുവേണ്ടി ഞങ്ങൾ തുനിഞ്ഞ് ദിവസം ഇരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും കർത്താവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. പ്രത്യേക വിഷയത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദിവസം ഇരുന്നുവെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ ദാനിയേലിന് ദൈവവചനം പറയുന്ന പോലെ തന്നെ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ദാനിയേലിന് മറുപടി ലഭിച്ചതുപോലെ നാട്ടിൽ നിന്ന് ഒരു ദൈവദാസൻ ഞങ്ങളെ വിളിക്കുന്നതിനും അദ്ദേഹത്തിനോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിച്ചു. നിങ്ങളോട് ആ ദൂത് പറയാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും അതിനോട് ചേർന്ന് നമ്മുടെ ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ പ്രസംഗിച്ച ആ വചനവും അത് കഴിഞ്ഞുള്ള കോശി ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ സംസാരിച്ചതും ഇന്നലെ ജസ്റ്റിൻ ഞങ്ങളുടെ വീട്ടിൽ സംസാരിച്ചതും വളരെ കണക്റ്റഡായിട്ട് ദൈവം ഞങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കുവാനായിട്ട് സാധിച്ചു. മനസ്സിന് ഭാരവും വേദനയും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവസ്ഥനെ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ദൈവദാസൻ ഇത്രയും ദൂരത്ത് നിന്ന് കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കാനും വചനം ഷെയർ ചെയ്യുവാനും ഒക്കെയും ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതിനായി നന്ദിയോട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളാലാവോളം ഞങ്ങൾക്ക് തരുന്ന ആയുസ് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി അനേക ഇടങ്ങളിൽ ഞങ്ങളെ കർത്താവ് അയക്കുവാനും അവരോടൊക്കെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് അവരോട് പറയുവാനും നല്ലൊരു പത്രമായി ക്രിസ്തുവിന്റെ നല്ല പത്രങ്ങളായി ശോഭിപ്പാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്കും ഇടയാകണമേ എന്ന് സഭയായി കുടുംബമായി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ സാക്ഷ്യം
I just want to give a moment just to thank the Lord for what He did for us last Sunday. I know all of you guys were praying for the little youth meet that I had last Sunday. God really worked in there. None of us know how to describe what happened. There was nothing fancy about it. There was nothing fancy about it. It was just a group of us just getting together, and we had some people there that were not church people. So, and even everyone just started crying after we watched the sermon. We started talking. People just started crying just out of nowhere. And if I tell you, won't understand unless you were there. It was a literal thick presence in that room. People who never went to church were telling me before I said anything. There's something powerful here. It's like it's so thick you can cut it with a knife. There's something powerful in here. We don't know what it is. And so we had a wonderful time in the presence of the Lord. And so this is something that I usually do maybe once every 2 months or something whenever I get a chance. But after that was over, physically the power was so strong. Like Bavina and I were so tired. We couldn't move for 2 days after that. Monday and Tuesday our bodies were tired. And the other people that came also, many of them said that their bodies were just so tired they didn't know what was going on with them. It was that powerful. That's all I know how to say. So the Lord was just moving in me. So I was trying to think when in 2 months should I do September, October. I didn't have peace for like a whole day. I was like, no, it felt like God was telling me, no, don't wait that long. It has to be done quickly. It has to be done quickly. So now we're going to have one next Sunday evening. So again, I'm asking the church to please pray for that meeting. The same children should be coming. And I'm praying that God does a more complete work that night as well. So please keep us in prayer. Greetings to Compassion Church. It's always a privilege. Usually every weekend we are in fasting, and today morning, I was admitted in the hospital. God told me to just, message pastor, and usually we don't take up any appointments in any church, but however the Lord guides, we go to a specific church. Just before coming here, the Lord gave a small word of exhortation that I just want to share with the church. Many times in our life, we question God. Why God? Why? The wicked people are around us. They are more blessed and they are flourishing and nothing. They lack nothing. Actually, they lack everything. The biggest lack of thing is in life that you lack. If you don't recognize your Savior, you lack everything. So basically, what the Lord spoke to me was, from the book of Psalm, chapter 77. It's a Psalm of Asaph, as you already know. It says in verse 8 and 9. In English, it goes like this. And if you want to read in Malayalam, you can do that as well. Has His unfailing love vanished forever? Has His promise failed for all time? Has God forgotten to be merciful? Has He in His anger withheld His compassion? Amen. So it's a question. It's not questioning actually God's ability. It's the sadness that just like Asaph, we also question God like this. And if you go in the towards the end of the verse, it says he's questioning God out of his pain in his heart, and now he's filled with the promises of God and how God has rescued Israel. And he says in verse 16, the waters saw you, God, and the waters saw you and writhed, the very depths convulsed. So basically all the things that comes against us, all the turbulence that the other day I was just seeing the news. It says that due to turbulence about 25 people are hospitalized. You already know about it. We all are traveling in a world where things are like top tech in technology, but I'm telling you, if you are not protected by God's technology, you are absolutely nowhere. Because yesterday, I don't know how many of you knew that there was a minor earthquake in New York and New Jersey. People in New York and New Jersey didn't know it. Today morning I texted a couple of our beloved friends. They were never aware of it. I said, we are continuing praying for you, and they are like, thank you, Pastor, for your prayers. So even when we are asleep, when the things are out of control, God is there to control it. Why am I telling you this? It's only to exhort the church, the Compassion Church,
Do the thing that the Lord has given in your heart. It doesn't matter in the multitude. What matters is, are you doing quality things for the glory of God? May the Lord continue to bless you. We are continuing to pray for this church. Let this church grow out of this place. The first thing that I asked Pastor was, Pastor, have you moved out of that place into a bigger place? Because our prayers is not just here. It has to spread to the entire Kobe area. The goodness of God. It just cannot be contained. It has to be spread out. So may the Lord bless you all. Thank you, Pastor, for this time of exhortation. Amen. Amen. Thank you, Pastor Charlie, for the exhortation. And we are going to take the offering, and this time I am going to ask Pastor Charlie to lead us on in a minute. After the offering song, Brother Wilson will come and pray for the needs of this church. I know Brother Wilson and Sister Winnie and the mother, they are all traveling to San Antonio one Monday. Beginning Monday, they are traveling. So as a church, we have to uphold them in our prayer. And I thank God for what Sister Bindu has been doing as a family in this church, touching many lives. Yes. We may be small, Hallelujah. but we are touching lives. Yes. That's what God wants us to do. Hallelujah. So any small things that we do, Amen. it makes a difference in another person's life. Amen. So we're just going to continue to pray for that ministry that Sister Bindu and Pavina, the Saji and the Chaim is taking time to Hallelujah. reach out to the community is very important that we uphold them in our prayer. And as you pray later on, you remember that need as well. Amen. At this time, Pastor Charlie will lead us in a song and we'll take the offering. The coming of the Lord Jesus Christ is very near wherever we go. Whatever we are, we need to know that we are children of God. Let's all stand in the presence of God as we take this offering. And നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗീതമാണ് വിശുദ്ധിയെ തികച്ചു നാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലരും ദൈവമേറുന്നേ ഒരുങ്ങിയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലരും ദൈവമേറുന്നേ
Praise the name of Jesus. Thank you, God. നമ്മുടെ മധ്യ ഒരു കർത്താവുണ്ട്. ആമേൻ. ഭാരത്ത് പങ്കച്ച കെട്ടിയവൻ 7 നിലവുകൾക്കുള്ള നടുവിൽ ദൈവം നമ്മുടെ മധ്യേ വാഗ്ദാനം കൊടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ജനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മളായിരിക്കുമ്പോൾ നാം ദൈവത്തിന് എത്രമാത്രം നന്ദി പറയണം. ആമേൻ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അനേക കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഒന്നും നാം പറയുന്നു, നമ്മളെ ചേർത്തുവാനൊരു നമുക്ക് ഭീതിയില്ല, നമുക്ക് ഭാരമില്ല, നമുക്ക് സന്തോഷമാണ്. കാരണം നമുക്ക് നിത്യതയുണ്ട്. രാവിലെ സമയം ഹല്ലേലൂയ ദൈവത്തിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങൾ വന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നീ വലിയ ദൈവമാണ്, നീ ഉന്നതനാണ്. ഹല്ലേലൂയ. ആകാശഗോളങ്ങളെ ഉണ്ടാക്കിയവൻ, സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവൻ, അതിനെ അതിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയവൻ, ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത ദൈവം, അല്ലെങ്കിൽ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം. ഇത്ര വലിയൊരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഈ രാവിലെ സമയം കടന്നു വന്ന ഈ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ ആത്മാവിലും ശക്തിയും ആരാധിക്കുവാൻ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. സാക്ഷ്യമാധ്യമത്തിൽ കൂടി കർത്താവേ ഞങ്ങളോട് അറിയിച്ച നല്ല സാക്ഷ്യമാധ്യമങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ബിന്ദുവിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതിന്റെ മുകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു വരുവാന് ഈ ബോഡി സിറ്റിക്ക്, ഈ കമ്പാഷനറ്റ് ചർച്ചിന് അനുഗ്രഹമായി തീരുവാൻ എന്റെ മകളുടെയും കുടുംബത്തെയും നാൾക്ക് നാൾ ബലപ്പെടുത്തുവാനാകണമെന്ന് ഈ കുടുംബത്തെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബം ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്, ഈ ചർച്ചിന്റെ അനുഗ്രഹമാണ്. അവരെ മാനിക്കുമാറാകണം. ദിവസം ഇരിപ്പാൻ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നീ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവദാസനെ കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന ലേഖനങ്ങൾ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ആരാധിച്ച അനേകം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞങ്ങളോടൊപ്പം വായിക്കുന്ന കർത്തദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു സൈന്യമായി സൈന്യമായി എഴുന്നേൽക്കും. ആരെങ്കിലും വേദനയോടോ ദുഃഖത്തോടോ ഭാരത്തോടോ ഉണ്ടായിരിക്കുന്നില്ല. ഇന്ന് കേൾക്കപ്പെടുന്ന വചനം അവരുടെ ഹല്ലേലൂയ ഏത് വിഷയമായിരുന്നാലും അതിൽ പ്രവർത്തിക്കുവാനാകണമെന്ന് പ്രാർത്ഥിച്ചു. അതിൽ ഭാഗമാക്കാവുമ്പോൾ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ എന്തെങ്കിലും കുറവുകള് ഞങ്ങളുടെ അറിവുകൂടാതെയോ മനസ്സുകൂടാതെയോ പോയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനോട് ഏറ്റു പറഞ്ഞ ഇതിൽ ഭാഗമാക്കാവുവാൻ കരങ്ങൾ നീട്ടിയിരിക്കുന്ന എല്ലാ അതിന്റെ മക്കളിലെയും അവിടുന്ന് അനുഗ്രഹിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുവരെ കാലങ്ങളില് തന്റെ ഹല്ലേലൂയ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ബലപ്പെടുത്തുമാറാകണം. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ബോഡി സിറ്റിയില് ഈ സഭയുടെ അതിനെ നീ വിസ്താരമാക്കി അനേക ജീവിതങ്ങൾ കടന്നു വന്ന ഹല്ലേലൂയ ആരാധിപ്പാൻ തിരുനാമത്തിന്റെ മോചനത്തിനായി സകലവും തീർക്കണം. പ്രാർത്ഥനകളിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ Praise God. Praise God. Thank you, Jesus. We praise the name of God. Certainly the presence of God is here, and God was already touching our lives. He is speaking to us, and He is dealing with us, meeting our needs today.
just like we prayed, I know sometimes when we look at our numbers, we could be discouraged, but we have to see the future. Just like Brother Wilson prayed, making us a mighty army. Hallelujah. We have to see the mighty army in the city of Florence. And all things are possible with God. There is nothing impossible with God. Even the smallest thing that we do, all big things begin with small things. And nothing starts as big. Everything starts small and then it grows to be big. The last 2-3 weeks in my mind, I have been so bothered with the different things, and I have been praying. I have been praying actually, asking the Lord to bring some people. And even when, but I'm not going to say this in a very extraordinary way, even when Pastor Charlie told me he's coming here, that was an answer to my prayer, and your prayer as well. In those kind of ways, the Lord is going to Amen. mysterious Hallelujah. ways. We may not know how and when, we don't know all the details, but there is one thing we know, Amen. God will work. Hallelujah. God will not abandon Yes. us, and Yes. He will keep us. And so today, we are less than the normal time, which is fine, and I am a person who can say a lot of things in less time. And so God has given me that skill to say a lot of things in very less time, and so we will utilize that skill today. Today, the subject that I am going to be speaking is something that is related to the Holy Communion. So there will be 2 messages. നമുക്ക് ഇന്ന് 2 മെസ്സേജ് ഇല്ല. ഒരു മെസ്സേജ് സാധാരണ ട്രഡീഷണൽ മെസ്സേജും ഒരു മെസ്സേജ് ലോർഡ് സപ്പറുമായിട്ട് ഉള്ള ബന്ധത്തിലുള്ള ഒരു മെസ്സേജ്. അങ്ങനെ we are not doing that. We just do one message, and that one message is related to the Holy Communion. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്. The Spirit-filled life. Amen. That was a major subject that I took. What is a Spirit-filled life look like? ഒരു ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം എങ്ങനെയാണ്? അത് എങ്ങനെയാണ് പുറത്തു നിന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ കർത്താവായ യേശുവിനെ അംഗീകരിക്കുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അത് തലയാഴ്ചകളിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ആ നിറവ്, നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്തുള്ള നിറവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും തമ്മിൽ വലിയ 2 പ്രത്യേക അനുഭവങ്ങളാണ്. അതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന 2 കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് പവർ. ഞാനത് 2 വാക്ക് ഉപയോഗിച്ചു. I said there is a dynamis and there is exousia. There is power and authority. There is power and authority. അതാണ് നമുക്ക് ലഭിക്കുന്നത്. പലരും ഈ പവർ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള പവർ, ഈ രോഗികളെ സൗഖ്യമാക്കുന്ന പവർ. അത് ആവശ്യമാണ്. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകണം. ആ പവറും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവരെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന പവർ, ആ പവർ പല വിധത്തിൽ പ്രവർത്തിക്കും. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പേരുദോഷം ഒന്നും കേൾപ്പിക്കാതെ ഈ ലോകത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അതിശയം. ഏറ്റവും വലിയ അതിശയം, അത് വലിയൊരു അതിശയമാണ്. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ കിടക്കുകയാണ്. ഒരുപാട് പേരുദോഷങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിൽ കിടക്കുകയാണ്. ആ സാധ്യതയെ ഇല്ലാതാക്കുന്ന പവറും പവറാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. As usual, Babina Mole is going to read that, then I will say a few things. Romans chapter 6 verse 19.
I am using an example from everyday life because of your human limitations. Just as you used to offer yourselves as slaves to impurity and to ever-increasing wickedness, so now you offer yourselves as slaves to righteousness leading to holiness. Praise God. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്ക് അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഈ റോമാലേഖനം 6-ാം അധ്യായം സംസാരിക്കുന്നത് it talk about slavery. Actually, if you read the whole chapter, it talks about slavery. You are slave to sin. നമ്മുടെ രക്ഷിക്കപ്പെടുന്ന ആ സമയത്തിന് മുൻപ് നമ്മൾ പാപത്തിന്റെ അടിമകളായി. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അടിമയാണ്. നമ്മൾ വീണ്ടും അടിമ തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെ വിളിക്കുന്നത് he's a doulos, he's a servant, he's a slave of Jesus Christ. രക്ഷിക്കപ്പെട്ട അടിമ, രക്ഷിക്കപ്പെട്ട കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അടിമ. അപ്പൊ ഈ സമയത്ത് പാപത്തിന്റെ അടിമയല്ല, നീതിയുടെ അടിമയാണ്. നീതി is leading to holiness. വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് നീതി. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തി വീണ്ടും അടിമത്തത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷേ അത് നീതിയുടെ അടിമയായിട്ടാണ്. ഇവിടെ നാം നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ, കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചതുപോലെ തന്നെ, രക്ഷയുടെ അനുഭവത്തിന് മുൻപുള്ള അനുഭവം, രക്ഷയുടെ ആ സന്ദർഭത്തിന് മുൻപുള്ള അനുഭവം, ആ അനുഭവമാണ് ആദ്യത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ നാം കണ്ടു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമർപ്പിച്ചിരുന്നു. നിങ്ങളുടെ അവയവങ്ങളെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കയ്യ്, കാല്, കണ്ണ്, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ, നമ്മുടെ അവയവങ്ങൾക്ക് നീതി ചെയ്യാനും കഴിയും, അനീതി ചെയ്യാനും കഴിയും, ദുഷ്ടത ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ യേശു ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ അവയവങ്ങളെ നമ്മൾ നീതി ചെയ്യുന്ന അവയവങ്ങളാക്കി മാറ്റുക, അത് നമ്മൾ അതിന്റെ അടിമകളാക്കി തീർക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ ഞാനിത് സമയമില്ലാത്ത സമയത്ത് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൈകൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ണുകൊണ്ട് എന്തോ അനീതി ചെയ്യാൻ പറ്റും, അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് ഒരു വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന പാപം. ഈ മനസ്സാണ് പാപത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുന്ന സ്ഥലം. മനസ്സാണ് ആ ചിന്ത. നമ്മള് ഈ സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, ആസ് എ മാൻ തിങ്കeth in his heart so is he. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ് അവൻ. എന്താണ് നമ്മുടെ ചിന്ത, അതാണ് നാം ആയിത്തീരുന്നത്. അപ്പോൾ നമ്മൾ വിശുദ്ധൻ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾക്ക് വിശുദ്ധിയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധിയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശുദ്ധനാകാണ്. കാരണം ആ സോഴ്സിലാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. ഞാൻ വെറൈസിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അനാലിസിസ് ആണ്. ഈ ഒരു മാസത്തിന്റെ അവസാനം ആ മാസത്തെ പെർഫോമൻസ് എന്തുകൊണ്ടാണ് ഇല്ലാതായത്, അല്ലെങ്കിൽ എന്താണ് ഈ മാസം നന്നായത്, അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ, റൂട്ട് കോസസ് കണ്ടുപിടിക്കുന്ന ഒരു ജോലിയായിരുന്നു എൻ്റെ ജോലി. അപ്പം then we inform others, this is what is going wrong here, this is what went right here, this is what is giving you all the increase, that is what gives you all the loss. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ അനാലിസിസിന്റെ ആവശ്യമാണ്. നമ്മൾ അതിന് സമയം എടുക്കാറില്ല. എന്നാൽ വലിയ അനാലിസിസിന്റെ ആവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്താണ് ആത്മീയമായി എന്റെ ജീവിതത്തിൽ നടക്കുന്നത്, എന്റെ വാക്കുകൾ എങ്ങനെയുണ്ട്, എന്റെ നോട്ടങ്ങൾ എങ്ങനെയുണ്ട്, എന്റെ അവയവങ്ങളുടെ പ്രവൃത്തികൾ
ദൈവത്തിന്റെ വചനവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അവ എങ്ങനെയുണ്ട്? ഇന്ന് നാം വായിച്ച സങ്കീർത്തനം ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് തന്റെ വചനപ്രകാരമാണ്. വചനപ്രകാരം എന്ന് പറഞ്ഞാൽ വചനമാണ് നമ്മുടെ ഫൗണ്ടേഷൻ, അതാണ് നമ്മുടെ അനാലിസിസ്, അതാണ് നമ്മുടെ ബേസ് ലൈൻ. ബേസ് ലൈൻ ആണ്. എല്ലാത്തിനും ഒരു ബേസ് ലൈൻ ഉണ്ട്. നേഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അവർക്ക് എല്ലാത്തിനും ഒരു ബേസ് ലൈൻ ഉണ്ട്. പക്ഷെ when it goes over and under, both are problems. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓവർ പോയ കുഴപ്പമില്ലെന്ന്. ചില കാര്യങ്ങൾ ഓവർ പോയ കുഴപ്പമാണ്, ചില കാര്യങ്ങൾ അണ്ടർ പോയ കുഴപ്പമാണ്. So you have to have a spiritual foundation that gives you balance. അത് നമ്മെ നിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മൾ ആത്മനിറവിൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം പാപത്തോട് പോരാടുവാൻ ഉള്ള അധികാരം, പാപത്തോട് പോരാടാനുള്ള പവർ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് അധിക സമയമില്ലാത്തതുകൊണ്ട് I will just go into the Lord's Supper. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ സമയങ്ങളും ഈ പാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സെക്ഷുവൽ പാവങ്ങളെ കുറിച്ചാണ്. അത് പാവമല്ലെന്നല്ലേ നമ്മൾ. That's also something we need to understand and address. എന്നാൽ നമ്മൾ എത്ര പേര് ഈ കുശുമ്പിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്? നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ അതൊരു പാവമാണ്. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ഒരു നമ്മളെക്കാൾ വലിയവരായി തീരാൻ നമ്മൾ ആഗ്രഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ താല്പര്യം എന്ന് പറയുന്നത് എന്നേക്കാൾ മറ്റുള്ളവർ വലിയവരാകണം. അതുകൊണ്ട് പല ഗുണങ്ങളും. ഒന്ന്, അവരെന്നെ ഉപദ്രവിക്കുന്നു. Because they have everything, they are self-sufficient and they will manage their life. So when others are getting better, we have to rejoice because we can see them doing everything the way they want. We have to rejoice. അസൂയ, കുശുമ്പ്, ഇതെല്ലാം ഈ പാപത്തിന്റെ പട്ടികയുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അവനെ കുറിച്ചൊന്നും ചിന്തിക്കാറ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാത്ത കാര്യങ്ങൾ കൊടുത്തെന്ന് ടാക്സ് ഫോമിൽ എഴുതുന്നതും തെറ്റാണെന്നാണ്. So I am just saying that practically നമ്മൾ ചിന്തിക്കുന്നത് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഉൾപ്പെടുത്താത്ത അനേക വിഷയങ്ങൾ ദൈവം നോക്കുമ്പോൾ ഇതെല്ലാം തെറ്റുകളാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത് ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. നന്മ ചെയ്യുവാൻ, തിന്മ ചെയ്യുവാനുള്ള സാഹചര്യം വന്നാലും തിന്മയെ നന്മ കൊണ്ട് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ so I'm going to stop there. Then the next thing is നമ്മൾ ആദ്യം നമ്മുടെ അവയവങ്ങളെ പാപത്തിനും അധർമ്മത്തിനും അനീതിക്കും സമർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് now present your members as slaves of righteousness or holiness. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി. ഞാൻ റോമലേഖനം 6 മുഴുവൻ വായിച്ചു നോക്കി. വളരെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എല്ലാം പറയാനായിട്ട് ആവശ്യമുള്ളതാണ്. പക്ഷെങ്കിൽ we don't have to do that today. എന്നാൽ നമുക്കിപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ പാപത്തിന്റെ അധീനതയിൽ നിന്നും വിടുവിക്കപ്പെട്ടു. എന്നാൽ നാം ഇപ്പോഴും പാപത്തിന്റെ ഇൻഫ്ലുവൻസിലും ആ എൻവയൺമെന്റിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. പാപമില്ലാത്ത ഒരു എൻവയൺമെന്റിൽ ദൈവം നമ്മളെ മാറ്റിയിട്ടില്ല. അതിൽ മാറ്റം വരുന്ന ഒരു സമയം ഉണ്ടാകും. There's going to be a day that he is going to separate the church, that they won't be under the influence of this sin anymore. But that time has not happened yet. But now, even now, we are living in the world of sin, corruption. And when you look at this world, you see lots of problems. So all these things can overtake us and can influence us and make us slave again. We were slave. The same situation still exists, and the slavery still exists. But for some good reason, Jesus Christ delivered us, redeemed us. He washed us. He cleansed us. He wrote our name in the book of life. But we are still here. We are still in this world. But he said that we have to be very careful. You are still here. Everything that you did before is around you.
the temptation is going to be greater, but you need to control it. How do you control it? You have to intentionally. I'm using certain words intentionally. The word intention is important. You have to intentionally make your members subject to righteousness. So when you see the opportunities, it's easy for us to go and do it, because the natural inclination is to do the wrong thing. Nobody has to teach you to do the wrong thing, because you automatically do it. That is what people are inclined to do. They incline to do the wrong things. People are lazy. Nobody has to teach them to be lazy. I'm not saying that everybody is lazy, but most people are lazy. But in order for you to wake up, you have to put an extra effort. Yes. You have to wake up at 5 o'clock. Your natural inclination is sleep until 11 o'clock and get up for lunch. But if you have to get up at 5 o'clock, you have to put an alarm, you have to remind yourself, you have to force yourself to get out of bed. But that is intentional. So righteousness and holiness is intentional work of believers. Yes. That is what Jesus wants us to do. We have to make ourselves intentionally that we do the right thing and we don't do the wrong thing. So the message title that I chose today is From Slavery to Sanctification. So from slavery, we were actually slaves, and we were slaves of sin, and we were under the influence of sin. But from that, Christ sanctified us. Our sanctification has not completed yet. That is why we still have to be careful and subject ourselves, so the Lord will help us, that we will sanctify ourselves and we will lead a holy life. വിശുദ്ധിയുടെ ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നാം കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധിയോട് കൂടെയാണ്. ഇത് വിശുദ്ധ തിരുമേശ എന്നാണ് നാം പറയുന്നത്. This is a holy communion. So Christ wants us to partake it in holiness. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്ത് കർത്താവിന്റെ തിരുമേശയോട് നമുക്ക് അടുത്തു വരാം. ഞാൻ ഈ തിരുമേശ ചെയ്യുമ്പോഴൊക്കെയും ഓർപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കർത്താവ് നാം നിരന്തരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ തിരുമേശ. നാം സ്നാനപ്പെട്ട സമയത്ത് നാം അത് ഒരിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടതും ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കർത്താവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മയോടെ, ആ ഫെലോഷിപ്പിനോടുകൂടി ഞാൻ ജീവിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ലോർഡ്സ് സപ്പറിലുള്ള പാർട്ടിസിപ്പേഷൻ. We still have that fellowship with God and also with our fellow men and women and our fellow brothers and sisters. And Christ this actually reminds us. കർത്താവിന്റെ മരണത്തെ ഇത് പ്രസ്താവിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, കാൽവരി ക്രൂശിൽ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകി, തന്റെ തിരു ശരീരം കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. കർത്താവിന്റെ രക്തം അവർ നമുക്ക് വേണ്ടി നൽകി. നമ്മുടെ പാപത്തിന്റെ കറകൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ കറകളൊക്കെ പൂർണ്ണമായി മാറ്റി നമ്മെ രക്ഷിപ്പാൻ മറ്റൊന്നിനും സാധിക്കാതെ ഇരുന്നപ്പോൾ കർത്താവിന്റെ രക്തത്താൽ നാം രക്ഷപാട് പ്രാപിക്കേണ്ടതുണ്ട്. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി നൽകി എന്ന് കാണിക്കുന്ന, എന്ന് നമ്മെ റിമൈൻഡ് ചെയ്യുന്ന, അറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ തിരുമേശ. നാം ഈ തിരുമേശയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ മേശയിൽ പങ്കെടുക്കുവാൻ. അവിടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് സ്വയമായിട്ട് വിശുദ്ധന്മാരായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവ കൃപയിലാണ് വിശുദ്ധന്മാരായി ജീവിക്കുക. കഴിഞ്ഞ ഈ ആഴ്ചയിൽ നടന്ന ഉപവാസ പ്രാർത്ഥന പോലെയുള്ള സമയങ്ങൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് ദൈവസന്നിധി സമയങ്ങളെ വേർതിരിച്ചിരുന്നു. കർത്താവേ, എന്നെ ഒന്ന് ശോധന ചെയ്യണം, എന്നെ നിന്നോട് അടുപ്പിക്കണമേ, നിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ തിരികെ അടുപ്പിക്കണമേ എന്ന് കർത്താവിനോട്
പറയുന്ന സമയങ്ങളാണ്. അങ്ങനെയുള്ള സമയങ്ങൾ ദൈവമക്കൾക്ക് വളരെ ആവശ്യമാണ്. നാം ഇന്ന് ഇവിടെ ഈ ആരാധനയിൽ ഈ തിരുമേശയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ മനസ്സുകളെ, നമ്മുടെ മനോഭാവങ്ങളെ ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയ ചില വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പോഴെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരല്ല, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കണം. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്രവും. ഇന്ന് നാം പങ്കെടുക്കുന്ന ഈ തിരുമേശം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ, ദൈവമായിട്ട് നാം ഒരു പടി കൂടി നടന്നു വരുവാൻ ഈ തിരുമേശ ഇന്ന് പകൽക്കാലം മുഖാന്തരമാക്കി തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ, ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ, കർത്താവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും ധ്യാനത്തോട്, ഭക്തിയോട്, ഭയത്തോട് ഈ തിരുമേശയോട് അടുത്ത് വരാം. പരിശുദ്ധാത്മാവിന്റെ കൃപയോട് നമുക്ക് ഈ തിരുമേശയിലോട് സംബന്ധിക്കാം. നമുക്ക് അറിയാവുന്നതുപോലെ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച്, ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന എല്ലാവർക്കും ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ ഉള്ള അവകാശമുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പ്രാവശ്യങ്ങളെ പരിശോധിച്ച് നോക്കാം. നാം ഈ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി ദൈവം തീർക്കും. നമുക്ക് ഈ തിരുമേശയിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹത്തോടെ ഈ തിരുമേശയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, കാൽവരി ക്രൂശിൽ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവിടുത്തെ ശരീരം തകർക്കപ്പെട്ടു, അവിടുത്തെ അവസാനത്തിലുള്ള രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി. കർത്താവേ, ഞങ്ങളുടെ പാപം മറ്റൊന്നിനാലും വായിച്ചു കളവാൻ കഴിയാതെ അവിടുത്തെ ഞങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിക്കുവാൻ, ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റുവാൻ, ഞങ്ങളുടെ നിത്യതയ്ക്ക് അവകാശമാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത മഹാകരുണയ്ക്കായി കർത്താവ് ഇന്ന് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ കൃപ ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ കുറവുകളെ നീ പരിഹരിക്കണമേ, ഞങ്ങളുടെ ന്യൂനതകളെ നീ പരിഹരിക്കണമേ. ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇതിനെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Shah
Hallelujah. നാം ഈ പേശ നമ്മളത് എടുക്കുന്നത് എല്ലാവർക്കും പരിചയമുണ്ട്. We all know how we do it. But if you have not done this particularly, we just going to do this as a two-step. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ആദ്യം നമ്മൾ ടോപ്പ് ലെയർ തുറന്ന് we take the wafer and we will take it, and then we take the next layer, we take the wine. So before we do that, I will just pray, and then I will tell when to do it. നമുക്ക് ഈ കർത്താവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി നമുക്ക് ആ ടോപ്പ് ലെയർ തുറന്ന് let us take that and we will participate in it. അവർ ഭക്ഷിക്കുമ്പോൾ യേശു ഒപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി ശിശുമാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. Hallelujah. Let us participate in this. Hallelujah. Thank you, Jesus. We praise you, God. Praise you, Jesus. Hallelujah. 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 Thank you, Jesus, for dying for us. Thank you, Jesus. We thank you, Jesus. We thank you, Jesus. Hallelujah. Praise you, God. Let us offer the second layer and participate from his കർത്താവിന്റെ രക്തത്തെ പ്രതിദാനം ചെയ്യുന്ന ഈ പാനീയം നമുക്ക് എടുക്കാം. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൊടുക്കുകയും ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊല്ലിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞു. Hallelujah. We thank you, Jesus. Thank you, Lord. Thank you, Jesus. നമുക്ക് വേണ്ടി ഞങ്ങളോട് കാണിച്ച മഹാദയക്കായി അവിടുത്തെ കരുതയ്ക്കായി നിത്യതയ്ക്ക് വേണ്ടി അവകാശം ഞങ്ങളെ നിത്യതയ്ക്ക് ഈ തിരുമേശയിൽ വെച്ചു കർത്താവിന്റെ മേശ ഇത് പങ്കെടുക്കുവാൻ ഞങ്ങളെ അർഹരായിരുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അർഹരായിരുന്നില്ല. ദൈവത്തിൽ പൗരതയോടെ ബന്ധമില്ലാതെ ദൈവരാജ്യത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോ അവിടുന്ന് ഞങ്ങളെ ആദ്യമായി സ്നേഹിച്ച് ഇറങ്ങി ഞങ്ങളോട് കരുണ തോന്നി. കർത്താവ് ഞങ്ങളെ രക്ഷിച്ച അവിടുത്തെ വലിയ വീണ്ടെടുപ്പിനെ ഞങ്ങൾ ഓർമ്മ. ഞങ്ങൾ നിത്യതയിൽ എത്തിച്ചേരുന്ന സമയം പോരാടുവാൻ, വിശുദ്ധനായി ജീവിക്കുവാൻ, നീതിക്ക് അടിമകളായിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ തിരുമേശയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് നിത്യജീവനാൽ, പുതിയ കൃപകളാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് അവിടുത്തെ സന്നിധി എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദിയോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നാം ഈ തിരുമേശയിൽ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ ഇനിയും there is many cup left, and that is reminding us our obligation. We have an obligation to witness to a lot of our people, and we are doing that. And sometimes we always accuse, we are not doing it. I'm actually saying we are doing it, but we wanted to get some result, and that result will come from the Lord. അതിന് പ്രതിഫലം നൽകുന്നത്, അതിന്റെ ഫലം കാണുന്നത് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സഭയിൽ there is one thing I can tell you: the leader of this church is God. We are nothing
but God is up front and He is behind us, He's on our side, He is surrounding us. God is the leader of this church. And God will work in this church, and we all are doing whatever we can do, maybe small or big, whatever it is. God can make that all big, and it will all have an impact. ഇന്ന് നമ്മൾക്ക് വീണ്ടും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി സമർപ്പിക്കാം. കർത്താവ് നമ്മളിൽ കൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഫലവത്തായി തീരുക, അത് ആത്മാക്കളായി രൂപാന്തരപ്പെടുവാൻ, അത് അനേകരുടെ ജീവിതത്തിൽ രക്ഷയായി മാറുവാൻ, സ്നാനം നടക്കുവാൻ, അങ്ങനെ അനേക കാര്യങ്ങൾ ദൈവസഭയിൽ പുതിയ അനുഭവങ്ങൾ നമ്മൾ പുറത്തുവരുത്തി ജീവിക്കാനല്ല, ഇവയുടെ ആഴത്തിലേക്ക് ദൈവത്തിന്റെ കൃപകളാൽ നിറയപ്പെട്ട് വലിയ കൃപാവരങ്ങളുള്ളവരാണ്. പാപത്തോട് പോരാടുന്നതാണ് ഏറ്റവും വലിയതെന്ന് ഞാൻ പറഞ്ഞു. പാപത്തോട് പോരാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് വായിക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് വായിക്കുന്ന സമയത്ത് സാധാരണ ചെയ്യുന്നതുപോലെ you can shake hand or you can hug, you do whatever you feel comfortable, you do it. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുവാനാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമാവണ്ണം വെളിപ്പെടുന്നവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവർ വിശ്വസനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമതലക്കാർ വന്ദനം ചെയ്യുകയും ആദത്തോടും പ്രേരാലരുക ശബ്ദത്തോടും കർത്താവുതൻ വീരപാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം
Jesus. Hallelujah. 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 Praise God. ഞങ്ങളുടെ തോന്നുന്ന സമയം മുതൽ ഈ അവസാന നിമിഷം വരെയും ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മെ അനുഗ്രഹിച്ചു. നമ്മെ തൊട്ടു. നമ്മുടെ പ്രയാസങ്ങളെ അവൻ മാറ്റി. പ്രത്യാശകൾ വർദ്ധിപ്പിച്ചു. നന്നായി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ ബലത്തോടുകൂടി നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാൻ പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഇന്ന് ഈ സഭായോഗം ഇവിടെ അവസാനിക്കും. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Praise you, Jesus. Lord, by your name, Jesus. Praise God. Praise God. Yes, Lord. Hallelujah. Praise you, Jesus. Yes, Lord. Amen. Amen. Glory. Yes, Lord. Amen. Hallelujah. Praise God. Praise God. Praise God. Yes. Amen. Praise God. Praise God. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരേ എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നും നീക്കുമാറാകട്ടെ. ആമേൻ. 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 Praise God. Praise God.